ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ എൻ്റെ ചാനൽ ഫസ്റ്റായിട്ട് ആരെങ്കിലും കാണുന്നുണ്ട്, ഫസ്റ്റ് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം. വീഡിയോ പരമാവധി ചുരുക്കാൻ നോക്കുന്നുണ്ട്, പക്ഷേ എന്നാലും വീഡിയോ ഓവറായി പോകുന്നുണ്ട്. കാര്യം എന്ന് പറഞ്ഞാൽ പറയുന്നത് മുഴുവനായിട്ട് പറഞ്ഞില്ലെങ്കിൽ ഒരു വാക്കാവുന്നില്ലല്ലോ, അതുകൊണ്ടാണ് മുഴുവനായിട്ട് പറയുന്നത്. എന്നാൽ പിന്നെ എല്ലാവരും എൻ്റെ വീഡിയോ കാണുന്നവരെല്ലാം കാണുന്ന സമയത്ത് തന്നെ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കാരണം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഓരോ ലൈക്കും വിലപ്പെട്ടതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞാനെയും ആദർശും അനിയെ അന്വേഷിച്ച് വന്നിട്ടാണുള്ളത്. അനിയ അപ്പോൾ ആ പറഞ്ഞ സ്ഥലത്ത് തന്നെ ഉണ്ട്, അവിടെ ആ ഹോട്ടലിൽ തന്നെയാണുള്ളത്. അപ്പോൾ അനി നല്ല വെള്ളത്തിലാണുള്ളത്. എനിക്ക് സങ്കടം സഹിക്കാൻ വയ്യാതെ ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ച് വന്ന് ആ ഹോട്ടലിൽ തങ്ങിയിരിക്കുകയാണ്. അപ്പോൾ അവിടെ തന്നെയാണ് കറക്റ്റായിട്ട് എത്തിയത് ആദർശ്. എടാ അനി, എണീക്കടാ അനി, എണീക്ക്. അനിയോ? ആരുടെ അനി? നാളെ കല്യാണമായിട്ട് നീ എന്താ കാണിക്കുന്നതെന്ന്? കല്യാണോ? ആരുടെ കല്യാണം? എവിടുത്തെ കല്യാണം? അപ്പോഴേക്കും ആദർശിൻ്റെ കയ്യിൽ നിന്ന് അവനിക്ക് കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ ഞാൻ പറയാണ്, ആദർശേട്ടാ എന്തായി കാണിക്കുന്നേ? ആദർശേട്ടാ എന്തായി കാണിക്കുന്നേ? പിന്നെ ഇവ പറയുന്നത് കേൾക്കുന്നില്ല നീ? എന്തിനാ ആദർശേട്ടാ ഇങ്ങനെ അടിക്കുന്നേ? എടി നീ നോക്ക്, പിന്നെ എന്ത് തോന്നിവാസം ഇവ നീ കാണിച്ചത്? പിന്നെ ഫ്രണ്ട്സിനോടാണ് ചൂടാവുന്നത്. നിനക്കൊക്കെ എന്തിൻ്റെ കേടാടാ? നാളെ ഇവൻ്റെ കല്യാണമെന്ന് നിങ്ങൾക്കൊക്കെ അറിയില്ലേ? ആദർശേട്ടാ അടിക്കല്ലേ, എന്തായി കാണിക്കുന്നേ? ഡീ പിന്നെ നീ കാണുന്നില്ലേ, നാളെ ഇവൻ്റെ കല്യാണമായിട്ട് ഇവൻ കളിക്കുന്ന കളി കാണുന്നില്ലേ? അപ്പോൾ അവൻ വീണ്ടും പറയാണ്, കല്യാണോ? ആരുടെ കല്യാണം? ആദർശേട്ടാ, നടന്നത് എന്താണെന്ന് ഞാൻ പറയാം. ഞങ്ങളാരും പ്രതികളല്ല. അനി തന്നെ വന്ന് ഞങ്ങളെയൊക്കെ എഴുന്നേൽപ്പിക്കുകയായിരുന്നു. എന്നിട്ട് കൂട്ടിക്കൊണ്ട് വന്നതാണ് ഇവിടെ. എന്നിട്ട് പറയാണ്, നാളെ എൻ്റെ കല്യാണമായിട്ട് നിങ്ങൾക്കാർക്കും ചിലവ് വന്നില്ലല്ലോ, അതുകൊണ്ടൊന്ന് കൂടാന്ന് കരുതി. അപ്പോൾ ഫ്രണ്ട്സ് പറയാണ്, ഈ സമയത്തോ? ആ എടാ, ലിക്കറുണ്ടോ കയ്യിൽ? അതൊക്കെയുണ്ട്. എന്നാൽ പിന്നെ ഞങ്ങൾക്കൊന്ന് അടിച്ചു പൊളിക്കാം. അപ്പോൾ ഞങ്ങൾ പറഞ്ഞതാ വേണ്ടാന്ന്. അതും ഈ നേരത്ത് ഉറങ്ങിക്കിടന്ന ഞങ്ങളെ ഇവൻ കുത്തിപ്പൊക്കിയതാ. അപ്പം ഞങ്ങൾ പറഞ്ഞു, എടാ സമയം എത്രയായിരുന്നു നിൻ്റെ വിചാരം? അപ്പോൾ അവൻ പറയാണ്, എത്രയായാലും കുഴപ്പമില്ല, നാളെ കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ ഒരു ദിവസം ഉണ്ടാവുമെന്ന് ഒരു ഉറപ്പുമില്ല. അതുകൊണ്ട് ഇന്നത്തെ ആവശ്യം മാറ്റി വെക്കാനേ പറ്റില്ല. നിങ്ങൾ വാ. എടാ വീട്ടിൽ പറഞ്ഞിട്ടാണോ നീ വന്നത്? എടാ വീട്ടിൽ പറഞ്ഞിട്ട് വരാൻ പറ്റുമോ? എല്ലാവരും ഉറങ്ങിയ സമയത്ത് ഞാൻ അവിടെ നിന്ന് മുങ്ങിയതാ. മനസ്സിനൊരു സമാധാനമില്ല. നിങ്ങൾ വാ. അപ്പോൾ അവനങ്ങോട്ട് പോയ സമയത്ത് ഇവർ പറയാണ്, അവസാനം ഇത് നമുക്ക് പണിയാവുമോ? ഒന്നും പറയാൻ പറ്റില്ലടാ. അവൻ്റെ മട്ടും പാവമൊക്കെ കണ്ടിട്ട് ഇന്ന് വീട്ടിൽ പോകുന്ന ലക്ഷണമൊന്നുമില്ല. എന്തുവാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്? വരുന്നുണ്ടോ നിങ്ങളൊക്കെ? വാ എന്ന് പറഞ്ഞ് അവർ കുടി തുടങ്ങി. അവൻ്റെ ഇഷ്ടത്തിന് അവൻ്റെ ക്ലാസ്സിൽ തന്നെ ഒഴിക്കുന്നത് കണ്ട് അവൻ്റെ കൂട്ടുകാരെ നോക്കി നിൽക്കുകയാണ്. എന്നിട്ട് അവൻ പറയാണ്, ഞാൻ നിങ്ങൾക്ക് ചിലവ് ചെയ്തിട്ട് ഞാൻ മാറി നിൽക്കുന്നത് ശരിയല്ലല്ലോ. അന്നേരം ഫ്രണ്ട്സ് പറയാണ്, എടാ അതിന് നീ ഇതുവരെ കുടിച്ചിട്ടില്ലല്ലോ. മദ്യത്തിൻ്റെ മണം പോലും തട്ടിക്കാത്തവൻ കല്യാണത്തിൻ്റെ തലേന്ന് കുടിക്കരുത്, അതും ഈ നേരത്ത്. അവരെ ഒഴിവാക്കാൻ നോക്കുന്നുണ്ട്, പക്ഷേ അനി ഒഴിവാകുന്ന ലക്ഷണമില്ല. എടാ അളിയ, നീ നിർത്ത്. നിനക്ക് നിർബന്ധമാണെങ്കിൽ ബിയർ വരുത്താം. അത് തന്നെ ആടാ, ഇങ്ങതാടാ. ഇന്നത്തെ ദിവസം ഞാൻ നിങ്ങൾക്കൊപ്പം ഇരുന്ന് മദ്യപിക്കും. അവർ പറയുന്നുണ്ട് അനി ഒഴിക്കുന്ന സമയത്തെല്ലാം, എടാ മതി അളിയാ, മതി മതി. അപ്പോൾ അവൻ പറയാണ്, എടാ ഇന്നത്തെ ദിവസം ഒരു മനസ്സമാധാനം കിട്ടാൻ വേണ്ടി ഞാൻ നിങ്ങൾക്ക് അരികിലേക്ക് വന്നത്. ആ നേരത്തെ എന്നെ നന്നാക്കാൻ നോക്കല്ലേ. എടാ നിനക്ക് എന്താടാ പറ്റിയത്? നാളെ നിൻ്റെ കല്യാണമല്ലേ? എടാ എനിക്ക് ഇഷ്ടമില്ലടാ, എനിക്ക് ഇഷ്ടമില്ലാത്തൊരു പെണ്ണിനെ ഞാൻ കെട്ടാൻ വേണ്ടി പോകുന്നത്. തീരെ താല്പര്യമില്ല. അതുകൊണ്ട് കിടന്നിട്ട് ഉറക്കം വരാത്തത് കൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. എനിക്കിന്ന് ലഹരിയിൽ മുങ്ങിത്താഴണം, എന്നിട്ട് ഇവിടെ കിടന്നുറങ്ങണം. നിനക്കൊന്നും അറിയില്ല, എൻ്റെ മനസ്സിൽ അവളായിരുന്നടാ. അവൾ, അത് ഞാൻ നിന്നോടൊക്കെ തുറന്ന് പറഞ്ഞതാ. എന്നിട്ടും നിനക്കൊന്നൊന്നും ചെയ്യാൻ പറ്റിയില്ലല്ലോ. അതുകൊണ്ട് അതൊരു നീറ്റലായിട്ട് ഉള്ളിൽ കിടക്കുക. അതുകൊണ്ട് ഞാൻ ഇന്ന് എത്ര മദ്യപിച്ചാലും നീയൊന്നും എന്നെ തടയാനേ പാടില്ല. വേണ്ടളിയാ, മതി. വേണ്ടത് നീയാണോ പറയുന്നേ? അവൻ തന്നെ ഒഴിച്ചു കുടിക്കുകയാണ്. അപ്പോൾ ഫ്രണ്ട്സ് പറയാണ്, എടാ ഇത് വലിയൊരു വെള്ളിയായല്ലോ. ഇവൻ വിളിച്ചത് ഇതിനാണെന്നറിഞ്ഞില്ല. ആദ്യമായിട്ടാണ് ഇവൻ അടിക്കുന്നത്. നാളെ ഇവന് കല്യാണത്തിന് പോകാൻ പറ്റുമോ? വേണ്ടടാ, ഒന്നും വേണ്ട. എല്ലാവരും അറിയട്ടെ, എല്ലാവരും എല്ലാം അറിയട്ടെ. എന്തിനാ ഇനി മുടി പൊതിച്ചുകൊണ്ട് നടക്കുന്നേ? ഞങ്ങൾ എത്ര എതിർത്തിട്ടും അവൻ കൂട്ടാക്കിയില്ല. 3-4 പേക്ക് അടിച്ചു. ആദർശിനോട് പറയാണ്, ഞാൻ എന്നാ പറയാ, നാളെ രാവിലെ 8 മണിക്ക് വീട്ടിൽ നിന്ന് പുറപ്പെടേണ്ടതാ. ഇപ്പോൾ സമയം 1 മണിയായി. ഇനി എന്ത് ചെയ്യും ആദർശേട്ടാ? ഇവന് ഇത്രയും സങ്കടം ഉണ്ടാകേണ്ട കാരണം എന്താ? ഇവൻ പറഞ്ഞ ആ പെണ്ണേതാടാ? അപ്പോൾ അവൻ പറയാണ്, അതൊക്കെ നാനേച്ചിക്കറിയാം. അപ്പോൾ ആദർശ് ചൂടായിട്ട് നാനയോട് പറയാണ്, നാനെ നിനക്കറിയാമോ? എന്നിട്ടെന്താ നീ ഒന്നും പറയാതിരുന്നേ? ആദർശ് ചോദിക്കുക, കുറച്ച് മോര് കിട്ടുമോ? കാരണം ആ രീതിയിലായിരുന്നു അനി.
എടാ അനി 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 പാട്ടിലൊക്കെ ലയിച്ചിരിക്കുകയാണ്. ഇവിടെ വീട്ടിലാണെങ്കിൽ നന്ദു ഉറക്കമൊഴിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് കളിക്കുകയാണ്. പിന്നെ മോര് കൊണ്ടുവന്ന് ആദർശ് അവനെ കുടിപ്പിക്കുകയാണ്. എടാ ഇത് കുടിക്കാനാണ് പറഞ്ഞേ. അവനെ ആദർശ് ബാത്റൂമിലേക്ക് കൊണ്ടുപോയി ഛർദ്ദിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നയന പറയാണ് കൂട്ടുകാരോട്, എടാ നീയൊക്കെ എന്ത് കൂട്ടുകാരാണടാ, നാളെ കല്യാണമെന്ന് നിങ്ങൾക്കൊക്കെ അറിയില്ലേ? നിങ്ങളവന് മദ്യം കൊടുക്കാൻ പാടുണ്ടോ? അങ്ങനെ ഒരു സാഹചര്യം ആയിപ്പോയി ചേച്ചി. എല്ലാം മറന്നിരിക്കാൻ വേണ്ടി അവൻ വന്നത്. ഒന്ന് ഒമിറ്റ് ചെയ്ത് കഴിയുമ്പോഴേക്കും എല്ലാം ശരിയാവും ചേച്ചി. എന്ത് ശരിയാവാനാ? കുടിച്ച മോരായിരിക്കും പുറത്തു പോയത്. മോര് കുടിച്ചാൽ നല്ല മാറ്റം ഉണ്ടാവും. അപ്പോൾ ആദർശ് വാതിൽ തുറന്നിട്ട് പറയാണ്, അതെ നമുക്കിവനെ ഒന്ന് കുളിപ്പിക്കാം. കുളിച്ചു കഴിഞ്ഞാൽ എല്ലാം ഒന്ന് മാറ്റം ഉണ്ടാവും. ആ ടവലിങ് എടുത്തേ. എല്ലാ കാര്യങ്ങളും എനിക്കറിയാമെന്ന് നിങ്ങൾ പറഞ്ഞല്ലോ. ഇനിയിപ്പോൾ ഒന്ന് മറച്ചു വെച്ചിട്ട് കാര്യമില്ല. അവൻ അത്രയ്ക്ക് ഇഷ്ടമാണ് നന്ദുവിനെ. പക്ഷേ അവളവനെ അങ്ങനെയല്ല കണ്ടത്. അവനെ ആദർശ് കുളിപ്പിച്ചു കൊണ്ടുവന്ന് റൂമിൽ ഇരുത്തിയിട്ട് പറയാണ്, ഇവനെ നിങ്ങളൊന്ന് ഡ്രസ്സ് മാറ്റി കൊടുക്ക്. നാനെ നീ ഒന്ന് പുറത്തു വന്നേ. അപ്പോൾ അവൻ്റെ അടുത്ത് ഫ്രണ്ട്സ് പറയാണ്, എന്നാലും നീയെല്ലാം കൊളമാക്കിയല്ലോടാ, അവസാനം ഞങ്ങളെ പഴികേൽപ്പിച്ചല്ലോ, പോടാ. പിന്നെ നയന ആദർശിനോട് പറയാണ്, ആദർശേട്ടനിൽ നിന്നും ഞാൻ ഇതൊന്നും മറച്ചു വെക്കണമെന്ന് കരുതിയതല്ല. എന്നാലും സാഹചര്യങ്ങൾ കൊണ്ട് എനിക്കൊരു സത്യം മൂടി വെക്കേണ്ടി വന്നു. നീ വളച്ചു കെട്ടില്ലാതെ കാര്യങ്ങൾ പറ. അവൻ സ്നേഹിക്കുന്ന പെൺകുട്ടി, ആ കുട്ടിയെ നിനക്കറിയാമോ? അവൻ്റെ ഫ്രണ്ട്സിൻ്റെ സംസാരത്തിൽ നിന്നും എനിക്കതാ മനസ്സിലായത്. നിനക്കറിയാമെന്നവർ പറയുകയും ചെയ്തു. ഏതാണ് ആ പെൺകുട്ടി? നിനക്കെന്താ ഇത്രയൊക്കെ ആയിട്ട് സത്യം പറയാൻ ഇത്ര വിഷമോ? അപ്പോൾ ഞാൻ പറയാണ്, അത് അനിയുടെ മനസ്സിൽ കയറിക്കൂടിയ ആ പെൺകുട്ടി എൻ്റെ അനിയത്തി നന്ദുവാ. നന്ദുവോ? അതെ, കുറച്ച് നാളായിട്ട് ആദർശേട്ടൻ ചോദിക്കുന്നുണ്ടല്ലോ, നന്ദു എന്താ വിഷമിച്ച് നടക്കുന്നതെന്ന്. പ്രേമനൈരാശ്യം ഉണ്ടോയെന്നും ചോദിച്ചിരുന്നു. അതെ, അനിയെപ്പോലെ അവളും നിരാശയില്ല. അവർ തമ്മിൽ എപ്പോഴാണ് അടുത്തതെന്നും എനിക്കറിയില്ല, സുഹൃത്തുക്കളായിരുന്നു. പക്ഷേ ആ സൗഹൃദം ഇടയ്ക്ക് എപ്പോഴോ എങ്ങോട്ടോ പോയി. ആർക്കും തിരുത്താൻ പറ്റാത്ത രീതിയിൽ ആ ബന്ധം വളർന്നു. അവരുടെ അടുപ്പവും സ്നേഹവും ഒക്കെ നാന ആദർശിനോട് പറയാണ്. എന്നിട്ട് നാന പറഞ്ഞ കാര്യങ്ങളും പറയാണ്. സ്നേഹിച്ച പെണ്ണിനും ചെക്കനും പരസ്പരം മറക്കാനും ഒരുപാട് പാടായിരിക്കും. അതുകൊണ്ട് നീ ഞാൻ പറയുന്നത് കേൾക്ക്. പക്ഷേ ഇവിടെ എൻ്റെ മോളുടെ നന്മയ്ക്ക് വേണ്ടിയാണ് ചേച്ചി പറയുന്നത്. ഒരു കാരണവശാലും അനി നിൻ്റെ മനസ്സിലുണ്ടാവരുത്. സാവകാശം വിഷമിച്ചിട്ടാണെങ്കിലും അവനെ നീ മനസ്സിൽ നിന്ന് എടുത്തു മാറ്റണം. എന്ന് മാത്രമല്ല, അനി നിന്നെ കാണാൻ വരുവാണെങ്കിലും നീ ശക്തമായും പ്രതികരിക്കണം. അവനോട് നീ പറയണം അവനെ നല്ല സുഹൃത്തായിട്ടാണ് കാണുന്നതെന്ന്. എല്ലാം പറഞ്ഞു കൊടുത്തിട്ട് ആദർശനോട് ചോദിക്കുകയാണ്, ഞാൻ പറഞ്ഞത് ശരിയല്ലേ ആദർശേട്ടാ? എൻ്റെ വീട്ടുകാരുടെ നിലപാട് ശരിയല്ലേ? ഞങ്ങൾ 2 മരുമക്കൾ തന്നെ ഇപ്പോൾ അനന്തപുരി തറവാട്ടിൽ പുറമ്പോക്കുകളാണ്. അതിൻ്റെ കൂടെ നന്ദുവിനെയും കൂടി അങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നത് ശരിയല്ല എന്ന് തോന്നിയതുകൊണ്ടാണ് ആ ബന്ധത്തെ ശക്തമായിട്ട് എതിർത്തത്. എനിക്കിപ്പോഴും അറിയില്ല നന്ദുവിന് അനിയോട് സ്നേഹമുണ്ടെന്ന്. പക്ഷേ ഇവിടെ എൻ്റെ നിലപാട് 100% ശരിയാണെന്ന എൻ്റെ വിശ്വാസം. ഒരിക്കലുമല്ല. എടി, അവർ സന്തോഷത്തോടെ ഇരിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അല്ലാതെ ഏതു നേരവും സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഇങ്ങനെ മദ്യപിക്കുന്ന അനിയെയല്ല എനിക്ക് കാണേണ്ടത്. ഇത് ഒരു ചെറിയ കാര്യമല്ല, 2 പേരുടെയും വലിയ കാര്യമാണിത്. അപ്പോൾ ഈ വലിയൊരു കാര്യം നീ മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കാൻ പാടില്ലായിരുന്നു. ആദർശേട്ടനോട് ഇത് പറഞ്ഞാൽ ആദർശേട്ടൻ അത് പുച്ഛിച്ച് തള്ളുമെന്നാണ് ഞാൻ കരുതിയത്. അപ്പോൾ ആദർശ് പറയാണ്, അവിടെയാണ് നിനക്ക് തെറ്റിയത്. എടി, നന്ദുവിനെ എനിക്കറിയാം. നിൻ്റെ ചേച്ചിയെപ്പോലുള്ള ഒരാളായിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും ഈ ബന്ധത്തിന് അനുകൂലിക്കില്ലായിരുന്നു. എന്നാൽ നന്ദു നല്ല കുട്ടിയാ, അതുകൊണ്ടാണ് അനി അവളെ ഇഷ്ടപ്പെട്ടത്. ആദർശേട്ടൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന മുത്തശ്ശനും മുത്തശ്ശിയും ഈ ബന്ധത്തെ അനുകൂലിക്കില്ല. ഞാനെ, നീ ഇപ്പോൾ അനിയുടെ അവസ്ഥ കണ്ടില്ലേ? എടി, അവൻ്റെ അസ്ഥിക്ക് പിടിച്ചിരിക്കുക നന്ദു. അവൻ്റെ സ്വഭാവം എനിക്ക് നന്നായിട്ടറിയാം. അവൻ ഇതുവരെ അങ്ങനെ ആരെയും പ്രേമിച്ചിട്ടില്ല. അങ്ങനെയുള്ള ഒരാൾ ആദ്യമായി സ്നേഹിച്ച ഒരാളെ മറക്കാൻ ബുദ്ധിമുട്ടാണ്. നാളെ അവൻ്റെ കല്യാണമല്ലേ ആദർശേട്ടാ? ആദർശേട്ടൻ എന്തായി ആലോചിക്കുന്നേ? ഇനിയിപ്പോൾ കാര്യങ്ങൾ മറിച്ചായാൽ അത് വലിയ പ്രശ്നമാവും. നന്ദുവും അനിയും തമ്മിൽ അടുപ്പമുണ്ടെന്ന് ഇളയമ്മ എങ്ങനെയോ അറിഞ്ഞു. അതിനുശേഷം എന്നെയും ഇളയമ്മ ശത്രുവിനെ പോലെ കാണുന്നേ. ആദർശ് പറയാൻ എന്നോട്, ഞാൻ നിന്നെ മാത്രം കുറ്റപ്പെടുത്തുന്നില്ല, എന്നോട് പറയാത്ത ഒരു കാര്യം ഉണ്ടായിരുന്നില്ല അവൻ്റെ ജീവിതത്തിൽ. പിന്നെ ഇത് മാത്രം മറച്ചു വെച്ചത് എന്തിനാണെന്ന് ഞാൻ ചോദിക്കുന്നത്. ഇതുകൊണ്ട് ആർക്ക് എന്ത് ലാഭം ഉണ്ടായത്? അവനിങ്ങനെ മദ്യപിച്ച് നടക്കാതെ എന്നോട് പറയാമായിരുന്നു അവനിക്ക് നന്ദുവിനെ അവന് ഇഷ്ടമാണെന്ന്. എടി, അവൻ നന്നായിട്ട് ജീവിക്കണമെന്നേ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ. എന്നിട്ടാ എന്നോട് പറയാതെ അവൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. ജീവിതത്തിൽ തുറന്ന് പറയേണ്ട കാര്യങ്ങൾ തുറന്ന് തന്നെ പറയണം. അല്ലെങ്കിൽ എല്ലാവരും ഇതുപോലെ കരയേണ്ടി വരും.
അപ്പോൾ അനിയുടെ കൂട്ടുകാർ പറയാണ് വേണ്ട വേണ്ട എന്ന് പറഞ്ഞതാ, ഇപ്പോൾ നമ്മൾ കുറ്റക്കാരായി. ഇവനോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലടാ. എന്തായാലും ആദർശേട്ടൻ വന്നത് നന്നായി, അല്ലെങ്കിൽ നാളത്തെ കല്യാണം കൊളായേനെ. കൊളാക്കാനാണല്ലോ ഇവനിങ്ങനെയൊക്കെ ചെയ്യുന്നത്. ആദർശമായിട്ട് പറയാണ്, എടാ നിങ്ങളൊക്കെ എവിടുത്തെ കൂട്ടുകാരാടാ? ഇവൻ അങ്ങനെ ഒരു പെൺകുട്ടിയോട് ഇഷ്ടമുണ്ടെങ്കിലും താല്പര്യമുണ്ടെങ്കിലും നിങ്ങളൊക്കെ എന്നോടൊക്കെ പറയണ്ടേ? എന്നിട്ട് നമ്മൾക്ക് അവൻ്റെ ഇഷ്ടത്തിന് അനുസരിച്ചിട്ട് നമുക്കത് കഴിച്ചു കൊടുക്കാവുന്നല്ലേ ഉള്ളൂ. അറിയിക്കാനൊക്കെ ഞങ്ങൾ ശ്രമിച്ചത് ആദർശേട്ടാ, ഞാനേച്ചി അത് തടഞ്ഞത്. പിന്നെ നന്ദുവിന് ഇവനോട് ഇഷ്ടമുണ്ടെന്നൊന്നും പറഞ്ഞിട്ടില്ല. എടാ എണീക്ക്. ഇത്രയൊക്കെ ചെയ്തിട്ടും ഇവനൊന്നും എണീക്കാൻ പോലും പറ്റുന്നില്ലല്ലോ. എന്തൊരു കുടിയാണ് ഇവൻ കുടിച്ചത്? ഇല്ല, കൂടുതലൊന്നും കുടിച്ചില്ല ആദർശേട്ടാ, ഞാൻ പറഞ്ഞില്ലേ, അത് ആദ്യമായിട്ട് കുടിച്ചതിൻ്റെ. പിന്നെ അവർ കാറിൻ്റെ അടുത്തൊക്കെ വന്നിട്ട് അനിയെ കാറിൽ കയറ്റുകയാണ്. കയറിടാ അങ്ങോട്ട് കയറ്. എന്നിട്ട് കൂട്ടുകാരോട് ആദർശ് പറയാണ്, ദേ ഈ സ്വഭാവം ഇന്നത്തോടെ നിർത്തിക്കൊള്ളണം. ഇനി ഇതുപോലെ പല പ്രശ്നവും പറഞ്ഞ് ഇവൻ വരും. അപ്പോൾ നീ എങ്ങാനും എന്തെങ്കിലും വാങ്ങിക്കൊടുക്കാൻ വേണ്ടി നിന്നാൽ എല്ലാത്തിനെയും ശരിയാക്കും ഞാൻ. ഇല്ല, ഇനി ഒന്നിനുമില്ല ആദർശേട്ടാ. പറ്റിപ്പോയതാ. അതും ഞങ്ങൾക്ക് പാർട്ടി തരാനാണ് ഇപ്പോൾ വന്നതെന്നാണ് ഞങ്ങൾ കരുതിയത്. മുറിയിലെത്തിയതിന് ശേഷം ഇവൻ്റെ പ്ലാൻ മാറിയത്. ശരി. അപ്പോൾ അവർ പോയി കഴിഞ്ഞപ്പോൾ ഒരുത്തൻ പറയാണ്, എടാ ഇത് കാരണം കല്യാണം അങ്ങ് മുടങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ നമ്മളായിരിക്കും പ്രതി. അപ്പോൾ മറ്റവൻ പറയാണ്, എടാ കല്യാണം അങ്ങ് മുടങ്ങുന്നാണെങ്കിൽ മുടങ്ങട്ടെ. അവൻ്റെ മനസ്സിലുള്ളതിപ്പോൾ അവൻ്റെ ഏട്ടൻ അറിഞ്ഞില്ലേ, ചിലപ്പോൾ ഇതൊക്കെ സംഭവിച്ചത് നല്ലതിനായിരിക്കും. അങ്ങനെയൊക്കെ ആയാൽ മതിയായിരുന്നു. അവൻ എന്തുമാത്രം നന്ദുവിനെ സ്നേഹിക്കുന്നുണ്ടെന്നറിയോ? നമ്മൾ വിചാരിക്കുന്നതിന് അപ്പുറം. തിരിച്ച് നന്ദുവിനും അവനോട് സ്നേഹമുണ്ടെന്ന് ഇപ്പോൾ ഉറപ്പായി. പിന്നെ അവളുടെ വീട്ടുകാർ പറഞ്ഞിട്ടായിരിക്കും അവൾ പിന്മാറിയത്. എന്തായാലും അറിയേണ്ടയാൾ അറിഞ്ഞല്ലോ. ഇനി എന്തായാലും നടക്കാൻ പാടില്ലാത്തൊരു വിവാഹത്തിന് ഞങ്ങൾ സാക്ഷിയാവേണ്ടി വരില്ല എന്ന് തോന്നുന്നു. ആദർശേട്ടാ, എവിടത്തേക്കാണ് പോകുന്നേ? നമ്മളെ വീട്ടിലേക്കല്ലേ? അല്ല, പിന്നെ എങ്ങോട്ടാണ് പോകുന്നേ? അതൊക്കെ അവിടെ എത്തുമ്പോൾ മനസ്സിലായിക്കോളും. എന്താ ആദർശേട്ടാ? ചില കാര്യങ്ങൾ തീരുമാനിക്കാനുണ്ട് ഇന്ന് തന്നെ. രാവിലെ കല്യാണത്തിന് പോകേണ്ടതാ. ഇപ്പം തന്നെ സമയം 2 മണി കഴിഞ്ഞു. 2 മണി കഴിഞ്ഞാലും 3 മണി കഴിഞ്ഞാലും നേരം വെളുത്താലും പറയേണ്ടത് പറയണം. പിന്നിൽ ഒരുത്തൻ കിടക്കുന്നത് കണ്ടില്ലേ, ഒരു ബോധവും ഇല്ലാതെ. ഇനി അവന് അങ്ങനെ ഒരവസ്ഥ ഉണ്ടാവാൻ പാടില്ല. അതുകൊണ്ടിപ്പോൾ എന്ത് ചെയ്യാൻ പോവുക? അതൊക്കെ ഞാൻ പറയാം. ഓ, മുത്തശ്ശനെ കാണാൻ വന്നതാ? അതെ, മുത്തശ്ശനോടിപ്പോൾ എല്ലാം പറയാൻ പോവുക? പറയണം, അല്ലാതെ വെറുതെ വായ കല്യാണം നടത്തിയതിനെ കൊണ്ടൊന്നും ദോഷം മാറാൻ പോകുന്നില്ല. അവൻ ഇഷ്ടമില്ലാത്ത കല്യാണം നടത്തിയാൽ അത് നിലനിൽക്കില്ല. അതറിയാവുന്ന സ്ഥിതിക്ക് നമുക്ക് ഈ കല്യാണം വേണ്ടെന്ന് വെക്കുന്നതല്ല നല്ലത്. ആദർശേട്ടാ, അത് നീ ഒന്നും പറയണ്ട. ഇക്കാര്യത്തിൽ ഇപ്പം തന്നെ ഒരു തീരുമാനം എടുത്തേ പറ്റൂ. നീ വാ. ആദർശ് ഹോസ്പിറ്റലിലെത്തി. അപ്പോൾ അവിടെ നിന്ന് പറയാണ്, ആദർശേ ഇപ്പം ഈ കാര്യമൊന്നും എന്തായാലും അദ്ദേഹത്തോട് പറയാൻ പറ്റില്ല. അത്രയ്ക്ക് മോശമാണ് അദ്ദേഹത്തിൻ്റെ കണ്ടീഷൻ. വാർഡിൽ നിന്ന് ICUയിലേക്ക് മാറ്റേണ്ടി വരും. നാളെ കൊച്ചുമോൻ്റെ കല്യാണത്തിന് പോകണമെന്ന് പറഞ്ഞിരിക്കുക. ഞാൻ വിലക്കിയിട്ടും വാശിയില്ല. അതിനിടയിലാണ് അദ്ദേഹത്തിൻ്റെ ഹെൽത്ത് വീക്കായത്. അതത്ര നിസ്സാരമായിട്ട് കാണാൻ പറ്റില്ല. അപ്പോൾ ആദർശ് ചോദിക്കുകയാണ്, മുത്തശ്ശനെ എനിക്കൊന്ന് കാണാൻ പറ്റുമോ? ICUയിൽ കിടക്കുന്ന ഒരു മനുഷ്യനെ ഈ സമയത്ത് കാണാൻ പറ്റില്ല ആദർശേ. ഇനിയിപ്പോൾ നാളെ എന്തെങ്കിലും പുരോഗതി ഉണ്ടെങ്കിൽ ഞാൻ അനുവദിച്ചിട്ടില്ലെങ്കിലും മൂർത്തി സാർ അവിടെ എത്തും. അദ്ദേഹത്തിൻ്റെ മാനസികാവസ്ഥ അതാണ്. അതിനിടയിൽ പറയാൻ പാടില്ലാത്തതൊന്നും പറയരുത്. പ്രത്യേകിച്ച് നാളെ കല്യാണം നടക്കില്ല എന്ന് മാത്രം പറയരുത്. അല്ല, ഇപ്പം അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ എന്താ കാരണം? എന്നാലും ഇതുപോലുള്ളൊരു കാര്യങ്ങളൊന്നും ഞാൻ പറയില്ല. പിന്നെ നാളെ കല്യാണം നടന്നില്ലെങ്കിൽ അതെന്നെ വിളിച്ചു പറയണം. അതിനനുസരിച്ച് വേണ്ട കാര്യം ഞാൻ ചെയ്തോളാം. മൂർത്തി സാറിനെ അറിയാവുന്നത് കൊണ്ട് പറയാം. അദ്ദേഹം വാക്കിന് വില കൽപ്പിക്കുന്ന ആളാണ്. അദ്ദേഹം ഫിക്സ് ചെയ്ത വിവാഹമല്ലേ. ഇനി എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ തന്നെ അത് പറഞ്ഞു തീർക്കുന്നതായിരിക്കും നല്ലത്. കല്യാണം മുടങ്ങിയെന്നറിഞ്ഞാൽ ആ ഷോക്ക് ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതം തന്നെ ഇല്ലാതായേക്കാം. ശരി, എന്തായാലും ഞാൻ വീട്ടിലെത്തിയിട്ട് ഡോക്ടറെ വിളിക്കാം. ഓക്കെ. തിരിച്ചു വരുന്ന വഴി നയന പറയാണ്, ഇനിയിപ്പോൾ ഇതിൻ്റെ പേരിലൊരു വഴക്ക് വേണ്ട ആദർശേട്ടാ. നാളെ കല്യാണം നടക്കണം. കല്യാണം നടക്കുന്നത് എല്ലാവർക്കും സന്തോഷമായിരിക്കും. പക്ഷേ എല്ലാവരുടെയും സന്തോഷമല്ല എനിക്ക് പ്രധാനം. എൻ്റെ അനിയൻ്റെ സന്തോഷമാണ്. അവൻ മനസ്സ് വിഷമിച്ച് നാളെ പോകാൻ പാടില്ല. മുത്തശ്ശൻ്റെ കാര്യം ഡോക്ടർ പറഞ്ഞത് കേട്ടല്ലോ. അതുകൊണ്ട് മുത്തശ്ശനോടൊന്നും പറഞ്ഞില്ലല്ലോ. എന്നാൽ പറയാനുള്ള ചിലരുണ്ട് വീട്ടിൽ. അവരോട് പറയണം. ഇത് എനിക്കും എൻ്റെ വീട്ടുകാർക്കും മോശപ്പേരുണ്ടാക്കത്തേ ഉള്ളൂ. പാവം. എൻ്റെ നന്ദുവിനെയും എല്ലാവരും കുറ്റപ്പെടുത്തേ ഉള്ളൂ. നന്ദുവിന് അനി വെറും ഫ്രണ്ട് മാത്രമാണെന്ന് നീ അവനോട് പറഞ്ഞില്ലേ? പക്ഷേ സത്യം നിനക്കറിയാലോ. എടി, അവർ പരസ്പരം സ്നേഹിക്കുന്നില്ലേ? സ്നേഹിക്കുന്നവരാ ഒന്നിക്കേണ്ടത്. നമ്മൾ തമ്മിൽ പല പ്രശ്നങ്ങളും ഉണ്ടായെങ്കിലും അതിനുള്ള കാരണം പരസ്പരം നമ്മൾ ആദ്യം സ്നേഹിക്കാത്തതുകൊണ്ടാണ്. വിവാഹത്തിന് മുമ്പ് കണ്ടുമുട്ടിയപ്പോഴൊക്കെ നമ്മൾ തമ്മിൽ വഴക്കായിരുന്നു.
എന്ന് വെച്ചാൽ വെറുത്തവർ ഒന്നിച്ചു, അതായിരുന്നു നമ്മുടെ കല്യാണം. എന്നാലും അനിയെയും നന്ദുവിനെയും പോലെ നമ്മളും സ്നേഹിച്ചിരുന്നെങ്കിൽ, എന്നാൽ ആരെതിർത്താലും ശരി സ്നേഹിച്ച പെണ്ണിനെ ഞാൻ സ്വന്തമാക്കിയേനെ. അത് തന്നെയാണ് അനിയുടെ മനസ്സിൽ. ഇനി എന്തൊക്കെ ഉണ്ടാവുമെന്ന് എനിക്കൊരു പിടിയുമില്ല ആദർശേട്ടാ. വീട്ടിലെത്തിയിട്ട് ഇളയച്ചനെ ഇളയമ്മയും കാണണം. എന്നിട്ട് അവരോട് സീരിയസ് ആയിട്ട് സംസാരിക്കണം. അവരുടെ മോൻ്റെ ജീവിതമല്ലേ. ഇനി എന്ത് വേണമെന്ന് അവർ തീരുമാനിക്കട്ടെ. ഇനി എന്തായാലും അനിയുടെ അച്ഛൻ്റെയും അമ്മയുടെയും തീരുമാനമാണ്. അപ്പോൾ ആദർശ് അവരുടെ അടുത്ത് ചോദിക്കാൻ വേണ്ടി പോവുകയാണ്. അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത്. അപ്പോൾ അടുത്ത വിശേഷം നാളെ എന്താവുമെന്ന് നമുക്ക് കാണാം. അതുവരേക്കും സീ യു ഓൾ.